Hi everyone, welcome back. ഇന്നത്തെ വീഡിയോ ബജാജ് പൾസർ N250 കുറിച്ചാണ്. സോ മൈ ഹോണസ്റ്റ് റിവ്യൂ ആൻഡ് എക്സ്പീരിയൻസ്. ബജാജ് പൾസർ N250 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കെല്ലാം ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിവിടെ പറയാൻ പോകുന്ന റിവ്യൂ ഒന്നോ രണ്ടോ ദിവസമോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറോ ഓടിച്ചിട്ട് പറയുന്ന റിവ്യൂ അല്ല. 3 വർഷം ഞാൻ ഓടിച്ച് അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാതെ വല്ല യൂട്യൂബേഴ്സും ഒന്നോ രണ്ടോ മണിക്കൂറും കൊണ്ട് ഓടിച്ചത് അതിനെക്കുറിച്ച് പറയുന്ന റിവ്യൂ അല്ല. ഇത് 3 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബജാജ് പൾസർ N250 അധികം ആരും മേടിക്കാത്തൊരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വലിയൊരു സെയിൽ ഇതുവരെ ആ ബൈക്കിന് നടന്നിട്ടില്ല. സോ അതൊന്ന് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് കുറെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വന്നിട്ടും ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. ബൈക്ക് അടിപൊളിയാണ്, നല്ല അഗ്രസീവ് ലുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടം കൊണ്ടങ്ങ് തീർന്നു. ആരും അങ്ങനെ ആ ബൈക്ക് മേടിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് പൾസർ N250 മേടിച്ചത്. അതിൻ്റെ വേരിയേഷൻ 160 ഇറങ്ങിയിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു കൂടുതലും ഇപ്പം ഇറങ്ങുന്നത്. പൾസർ N250യെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് 3 വർഷം യൂസ് ചെയ്തൊരു വണ്ടിയാണ്. 3 വർഷം എൻ്റെ കൂട്ടത്തിലുണ്ടായ ഒരു വണ്ടിയാണ്. ഞാൻ 2022 ഏപ്രിലിൽ മേടിക്കുന്ന ഒരു വണ്ടിയാണത്. സോ എൻ്റെ കയ്യിൽ സ്റ്റിൽ 2025 ഏപ്രിൽ ഓർ മാർച്ച് ആ വണ്ടി എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സോ എന്നോട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്ക് എന്നേ ഞാൻ പറയും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ് ബജാജ് പൾസർ N250. പെർഫെക്റ്റ് വെഹിക്കിളാണ്. ബജാജ് ആ വണ്ടി കൂടുതലും സിറ്റി റൈഡിന് വേണ്ടിയിട്ടാണ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്കായിട്ടാണ് എനിക്ക് ഈ 3 വർഷം കൊണ്ട് ആ ബൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആ വണ്ടി ഞാൻ മേടിച്ചതിന് ശേഷം എനിക്ക് മേജറായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇതുവരെ എനിക്ക് ആ ഒരു 3 വർഷത്തിനിടയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും കിട്ടിയിട്ടില്ല. മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് എനിക്കൊന്നും വന്നിട്ടില്ല. ഞാൻ സർവീസ് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ മേജറായിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റും കിട്ടിയിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മേജറായിട്ട് ഞാൻ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ആ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. വണ്ടി പെർഫെക്റ്റ് ആയിട്ടാണ് ഈ 3 വർഷം എൻ്റെ കൂട്ടത്തിലുണ്ടായത്. സോ നിങ്ങൾക്ക് ഒരു ചൂസ് ചെയ്യാം വെഹിക്കിൾ. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരു സിറ്റി റൈഡിനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നൊരു ബൈക്കാണെങ്കിൽ പൾസർ N250 ബെസ്റ്റ് ബൈക്കാണ്. അത്യാവശ്യം ലോങ് റൈഡും ഒരുപാട് സിറ്റി റൈഡും ആ ബൈക്ക് കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് സിറ്റി റൈഡ് ഞാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ കംപ്ലീറ്റ്ലി സിറ്റിയാണ്. ഞാൻ അവിടെ മൊത്തം ഈ 3 വർഷം ഞാൻ ബാംഗ്ലൂർ ഇട്ട് കളിക്കുമായിരുന്നു ആ വണ്ടി ഇട്ടിട്ട്. സോ അത്രയും സ്റ്റേബിൾ ആണ്. അതിന്റെ ഹാൻഡിൽ ഷോർട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് സിറ്റിയിലൂടെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റും. പിന്നെ നല്ല സിറ്റിംഗ് കംഫർട്ടും ആ വണ്ടി തരും. ഈ രണ്ടും ഉണ്ടെങ്കിൽ സിറ്റി റൈഡ് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഏത് ഷോർട്ട് കട്ടിലൂടെയും എങ്ങനെ വേണമെങ്കിലും ആ വണ്ടി എടുത്തിട്ട് പോകാം. ഏത് ട്രാഫിക്കിലൂടെയും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ പൾസർ N250. സോ സിറ്റി റൈഡിന് കൂടുതലും ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ പൾസർ N250 ഒരു ബെറ്റർ ചോയ്സ് ആണ്. 250 cc ആണ്. സോ അത്യാവശ്യം സ്പീഡ് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു 130 140 വരെ ക്രൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല 130 to 140. ബിക്കോസ് ഓഫ് 140 ഒക്കെ ക്രൂസ് ചെയ്യുമ്പോൾ ആ വണ്ടിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു വൈബ്രേഷൻ വരും. പിന്നെ ഫ്രണ്ടിട്ടൊരു ഇളക്കമൊക്കെ തട്ടും. സോ അതുകൊണ്ട് ഒരു 120 126 ഒക്കെ ക്രൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുക സിറ്റി റൈഡിനാണ് ഏറ്റവും കൂടുതൽ. ലോങ് റൈഡും പോവാം. ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂർ ടു കണ്ണൂരും ഏർക്കാടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് സിറ്റി റൈഡാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാൻഡിൽ ഷോർട്ട് ആയതുകൊണ്ടും പില്ലിയൻ റൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് മൊത്തം നമ്മുടെ പുറത്ത് വന്നിട്ട് അത് ഹാൻഡിലേക്ക് പോകും. സോ നമ്മുടെ ഹാൻഡ് ഇവിടെ പെയിൻ എടുക്കും. സോ
സോ നമ്മുടെ ഉള്ളം കൈ ചെറിയ രീതിയിൽ പെയിൻ വരും ബിക്കോസ് ഓഫ് ഒരു പില്യൺ റൈഡ് വന്നു കഴിഞ്ഞാൽ, ഒരു പില്യൺ പുറകെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും. ഒരു ലോങ് റൈഡിന് ഒരിക്കലും പില്യൺ റൈഡുമായിട്ട് ആ വണ്ടിയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പോകാൻ പറ്റുന്നത്. പക്ഷേ സിംഗിൾ ആയിട്ട് ലോങ് റൈഡ് പോകാൻ പറ്റുന്നൊരു നല്ലൊരു വണ്ടിയാണ്. സോ നിങ്ങൾക്ക് കണ്ണും കൂട്ടി എടുക്കാം അങ്ങനൊരു നല്ലൊരു വണ്ടി. ഇപ്പം അതിൻ്റെ പ്രൈസ് 1,89,000 സംതിങ് ലൈക്ക് ദാറ്റ് ആണ് ഓൺ റോഡ്. അതിൻ്റെ ഒരു 3 കളർ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. ബ്ലാക്ക്, റെഡ്, പിന്നെ ഒരു ബ്ലൂവും വരുന്നുണ്ട്. ബ്ലൂ ഇവിടെ കേരളത്തിൽ അവൈലബിൾ അല്ല, അത് ഓർഡർ ചെയ്ത് തോന്നുന്നു. പക്ഷെ നല്ലൊരു വെഹിക്കിളായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങൾ സിറ്റി റൈഡിന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കാം. പിന്നെ എനിക്ക് ഈ 3 വർഷത്തിനിടയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് അതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ഒന്ന് പോയായിരുന്നു. സോ അതാണ് ഈ 3 വർഷത്തിൽ ഒരു 13,000 കിലോമീറ്ററിന് ഇടയിൽ ആ ക്ലച്ച് പ്ലേറ്റ് പോയായിരുന്നു. ഞാനത് ബാംഗ്ലൂർ നാട്ടിലോട്ട് വരുന്ന ഒരു ടൈമിൽ, ആ ടൈമിൽ ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ നാട്ടിലെത്തിച്ചു. എങ്ങനെയല്ല ആ വണ്ടിയാണ് നാട്ടിലെത്തിച്ചു. സോ നാട്ടിലെത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഷോപ്പിൽ കൊണ്ടുപോയി ആ ക്ലച്ച് പ്ലേറ്റ് മാറ്റി ഓക്കെ റെഡി. അതിനൊരു 2,600 rupees ആയിരുന്നു. ഇതായിരുന്നു എനിക്ക് ആകെ കിട്ടിയ ഒരു 3 വർഷത്തിനുള്ളിൽ അൺഎക്സ്പെക്റ്റഡ് ഒരു കംപ്ലൈൻറ്റ്. അല്ലാതെ ഇതുവരെ ആ വണ്ടിക്ക് മേജറായിട്ടൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ബാക്ക് ടയർ ഇതായപ്പോൾ ഞാൻ ഒന്ന് മാറ്റിയായിരുന്നു. അത് അപ്പോളോ ആൽഫ ടയർ ഇട്ടായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് സർവീസാണ്, എപ്പോഴും ഞാൻ കറക്റ്റ് സർവീസ് ചെയ്യും, ഓയിൽ ചേഞ്ചിങ്ങൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മേജർ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ എനിക്ക് ആ ബൈക്കിന് കിട്ടിയിട്ടില്ല. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാം. നിങ്ങൾ ഈ ബൈക്ക് ഒരു മോഡിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ ബജാജ് N250 ഒരു മോഡിഫിക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പാർട്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം അതിൻ്റെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ മൊത്തം കേബിൾ മാറ്റേണ്ടി വരും നിങ്ങൾ. സോ അവരതിന് കറക്റ്റായിട്ട് ഒരു ഷോർട്ട് ഹാൻഡ് കൊടുത്തിട്ട് അതിന് ആപ്റ്റായിട്ട് അത്രയും കറക്റ്റ് അളവിലാണ് അവർ കേബിളും ബ്രേക്കിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ കേബിളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സൈലൻസർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതും അതിൻ്റെ എൻഡ് ബോട്ടം വരെ മാറ്റണം. ഇത് രണ്ടും ഞാൻ മാറ്റാൻ നോക്കിയതാണ്, പക്ഷെ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റണമെങ്കിലും അതിന് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് ഇട്ടിട്ട് വേണം. എയർ ഫിൽറ്റർ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എയർ ഫിൽറ്റർ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതാണ് ഒരുപാട് മോഡിഫിക്കേഷൻ പറ്റുന്നത്. നമുക്ക് ഡിസൈൻ മോഡിഫിക്കേഷൻ ചെയ്യാം, പക്ഷെ വേറെ എന്തെങ്കിലും മാറ്റണോ എല്ലാം പിടിക്കണോ എന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. മാറ്റാം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞാൻ പിന്നെ ഒരെണ്ണം നോട്ടീസ് ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് ഇതുവരെ ബജാജ് പൾസർ N250 തന്നിട്ടില്ല. സോ എന്നോട് നിങ്ങൾ ആരെങ്കിലും ബജാജ് പൾസർ N250 കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും 100% നല്ലൊരു വണ്ടിയാണ്. നിങ്ങളൊരു ഫാമിലി യൂസും സിറ്റി റൈഡും ആണ് നിങ്ങൾ ഒരു 80% നോക്കുന്നെങ്കിൽ കണ്ണും കൂട്ടിയെടുക്കുക. നമുക്കൊരു മാന്യമായ പ്രൈസിൽ ഒരു 1,89,000 ആ വണ്ടി കിട്ടും. സോ ഒരു 3-4 കളറിൽ ആ വണ്ടി കിട്ടും. നിങ്ങൾക്ക് കണ്ണും കൂട്ടി ആ വണ്ടി എടുക്കാം. സോ പെർഫെക്റ്റ് ആണ് ആ വണ്ടി. നമ്മളൊരു ബൈക്ക് മേടിക്കുമ്പം ബേസിക്കലി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? ബൈക്ക് കുറെ കാലം ലാസ്റ്റ് ചെയ്യണം, കംപ്ലൈന്റ് ഒന്നും വരരുത്, നല്ല രീതിയിൽ നമുക്ക് ഏത് റോഡിലൂടെയും ഓടിക്കാനുള്ള ഒരു കംഫർട്ട് കിട്ടണം. അതായത് ലോങ് റൈഡ് ആയിക്കോട്ടെ, ഷോർട്ട് റൈഡ് ആയിക്കോട്ടെ, പിന്നെ ട്രാഫിക് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ മഡ് റോഡ് ആയിക്കോട്ടെ, ഇനി അഡ്വഞ്ചർ ആയിക്കോട്ടെ, ഈ എല്ലാ റോഡിലൂടെയും നമുക്ക് ഓടിക്കാൻ കംഫർട്ട് വരുന്നൊരു ബൈക്കാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പൾസർ N250 പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈക്കാണ്, ഈ ഒരു സംഭവങ്ങളിലെല്ലാം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ബൈക്ക് തന്നെയാണ് പൾസർ N250 എന്ന് പറയുന്നത്. ഞാനത് മഴയത്തും നല്ല മഴയത്ത്, അതായത് നല്ല മഴ, അതായത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രാവശ്യം നാട്ടിലോട്ട് വരുമ്പം മുൻസൂരിൽ തുടങ്ങിയ മഴയാണ്. അത് നാട്ടിൽ എൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഹെവി റെയിൻ. ആ റെയിനിൽ ഞാൻ ആ വണ്ടി നല്ല രീതിയിൽ പായിച്ചിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും അല്ല, ഒരു മിസ്റ്റേക്കോ ഇല്ലെങ്കിൽ എനിക്കത് അൺകംഫർട്ടായിട്ട് ഫീലോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. കറക്റ്റായിട്ട് ഞാൻ വന്നായിരുന്നു. അതും ആ മറ്റേ മാക്കൂട്ടം ചുരമൊക്കെ ഇറങ്ങുമ്പം വൺ ടെറർ വെള്ളവും, അവിടെ ആ റോഡൊക്കെ ഫുൾ ഓഫ് റോഡായി കിടക്കുന്ന ഒരു ടൈമായിരുന്നു ആ സമയത്ത്. അതിലൂടെയൊക്കെ ഞാൻ
നല്ല മഴയത്താണ് രാത്രിയിൽ എടുത്തിട്ട് വന്നതാണ് ആ വണ്ടി. സോ അത്രയും നല്ല കംഫർട്ടായിട്ടാണ് എനിക്ക് ആ വണ്ടി തോന്നിയിട്ടുള്ളത്. ലോങ് റൈഡിലും ഓക്കെയാണ്, സിറ്റി റൈഡിലാണ് മോസ്റ്റ്ലി ആ വണ്ടി ഏറ്റവും നല്ലത്. കാരണം നല്ലൊരു ഷോർട്ട് വണ്ടിയാണ്, വലിയ വെയിറ്റ് ഇല്ല, പിന്നെ ഭയങ്കരമായിട്ട് ലെങ്ത് ഇല്ല, ഒരു ചെറിയൊരു ക്യൂട്ട് ലുക്കിലാണ് ആ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഞാൻ ആ വണ്ടി പ്രിഫർ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയാണ് നോക്കുന്നത് മേടിക്കാനെങ്കിൽ 100% പൾസർ N250 നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ ഈ വണ്ടിയുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. എന്താണ് ഇതിന്റെ ടയർ, ഈ വണ്ടിയുടെ ഇത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഇങ്ങനെയുണ്ട്, പിന്നെന്താണ് നല്ല സൈലൻസറിന്റെ സൗണ്ടാണ്, പിന്നെന്താ പറയാ നല്ല എന്താ പറയാ ഇത്രയും ഡിസ്ക് ആണ്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. വണ്ടി നമുക്ക് എത്ര കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നു, നമ്മൾ എത്രത്തോളം സേഫ് ആണ്, ഈ രണ്ട് കാര്യങ്ങളാണ് വണ്ടിയിൽ മെയിൻലി നമ്മൾ നോക്കുക. സോ അതിന് പറ്റിയൊരു വണ്ടി തന്നെയാണ്. എന്നും വെച്ചാൽ നിങ്ങൾ ആ വണ്ടി എടുത്ത് മരണപ്പാച്ചിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനത് സപ്പോർട്ട് ചെയ്യില്ല. മാന്യമായ രീതിയിൽ ആ വണ്ടി എടുത്ത് നിങ്ങൾക്ക് എവിടെയും പോവാം. ഞാൻ മേടിക്കുന്ന ടൈമിന് അതിന് ബാക്ക് ABS ഇല്ല. ഞാൻ മേടിച്ചൊരു മാസം കഴിയുമ്പോൾ ബാക്ക് ABSന് പുതിയ ലോഞ്ചിൽ ബാക്ക് ABSും വന്നു. സോ ഇപ്പോൾ ആ വണ്ടി നല്ല പെർഫെക്റ്റ് ആണ്, നല്ല ഒരു അഗ്രസീവ് ലുക്ക്, അതിന് കുറച്ച് ലുക്കും കൂടെ അവരത് മാറ്റി, അതിന്റെ സ്ക്രീനും അതിന്റെ ഒരു ഫ്രണ്ടിലെ ലൈറ്റൊക്കെ അവർ കുറച്ചും കൂടെ ഒന്ന് മാറ്റി നല്ല അടിപൊളി ലുക്ക് ആക്കിയിട്ടുണ്ട് അവർ. ഞാൻ മേടിക്കുമ്പോൾ അതൊരു ഫസ്റ്റ് മോഡലാണ്, ഞാനത് ഇറങ്ങിയപ്പോൾ മേടിച്ചാണ്. സോ അതിൻ്റെതായ ചെറിയ ചെറിയ സംഭവങ്ങൾ അതിനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നതിനകത്ത് അവർ അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. N250യും ആണ് ഞാൻ ഓടിച്ചത്, നല്ല വണ്ടി തന്നെയാണ്. അപ്പം N160യും നല്ലത് തന്നെയായിരിക്കും. സോ നിങ്ങൾ അങ്ങനെ ഒരു ബൈക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പൾസർ N250 നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ചോ, നല്ല വണ്ടിയാണ്, മേജർ കംപ്ലൈന്റ് ഒന്നും വരില്ല. പിന്നെ ബജാജ് ആണ്, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന വണ്ടിയാണ്, അതുകൊണ്ട് പിന്നെ പാർട്സിനൊക്കെ വലിയ വിലയുണ്ടാവില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും എല്ലാം അതിൻ്റെ പാർട്സൊക്കെ. സോ എല്ലാം അവൈലബിലിറ്റിയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് മേടിക്കുമ്പോൾ. നമുക്ക് നല്ല കംഫർട്ടും കിട്ടണം, പാർട്സൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടുമെങ്കിൽ നല്ലതല്ലേ. സോ ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് മേടിക്കാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ മേടിച്ചോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ മൈ ചാനൽ. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.